സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ പ്രത്യേകതയുള്ള ചില വിരുന്നുകളെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ മലയിൽ, സിയോണിൽ എല്ലാ ജനതകൾക്കുമായിട്ട് ദൈവം ഒരു വിരുന്നൊരുക്കിയിട്ട് മനുഷ്യരെ ക്ഷണിക്കുന്നതായിട്ട്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ വായനയിലും. ഒരു വിരുന്നിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. ഭക്ഷണം ഒരുങ്ങിയിട്ടുണ്ട്, പാനീയം ഒരുങ്ങിയിട്ടുണ്ട്, വിരുന്ന് മേശ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആ വിരുന്നിലേക്ക് ഒത്തിരി പേരെ ക്ഷണിച്ചിട്ടുമുണ്ട്. എന്നാൽ തന്നെയും നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ വിരുന്നുകൾ മനുഷ്യൻ്റെ വിശപ്പടക്കാനായിട്ടുള്ളതല്ല, മനുഷ്യന് ഭക്ഷണവും പാനീയവും മാത്രമായിട്ട് നിലകൊള്ളുന്നതല്ല. അതിലുപരിയായിട്ടുള്ളൊരു സന്ദേശം ഈ വായനകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു വിരുന്ന് മനുഷ്യർക്ക് ജീവൻ നൽകുവാനായിട്ടുള്ളത്, അറിവിൻ്റെ വഴികളിലേക്ക് അവനെ നയിക്കുവാനായിട്ടുള്ള ദൈവം നൽകുന്ന വലിയൊരു വിരുന്ന്. അതെ, ഒരു പ്രത്യേകതരം വിരുന്നിനെ പറ്റിയാണ് നമ്മളിവിടെ വായിക്കുന്നത്. സുവിശേഷത്തിലും ഈ ആഴ്ചകളിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ അതുതന്നെയാണ്. യേശു മനുഷ്യർക്ക് വേണ്ടി ഒരു വിരുന്ന് നൽകുകയാണ്. യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവും, അങ്ങനെയാണ് യേശു അതിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റുള്ള വിരുന്നുകളിൽ നിന്നും ഇതിൻ്റെ വ്യത്യാസം എന്താ? യേശു തൻ്റെ ജീവനാണ് ഈ വിരുന്നിന് നൽകുന്നത്. സ്വന്തം ശരീരവും സ്വന്തം രക്തവും. തീർച്ചയായിട്ടും യേശുവിൻ്റെ വാക്കുകൾ മനുഷ്യർക്ക് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമായിരുന്നു. അവൻ്റെ ഉപമകൾ തന്നെ പലപ്പോഴും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടെയും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രത്യേകിച്ച് രക്തമെന്നുള്ളത് അശുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ പല മനുഷ്യർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ യേശു തൻ്റെ വാക്കുകളുടെ അവസാനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്: ഈ അപ്പം, ഈ പാനീയം അത് നിത്യജീവന് ഉപകരിക്കുന്നതാണ്. അതെ, വലിയ ഒരു രഹസ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ അതാണ് വ്യാഖ്യാനിച്ചു തരുന്നത്. ആദിയിലെ വചനത്തെപ്പറ്റി, വചനം മാംസമായതിനെപ്പറ്റി, വചനം അഥവാ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതിനെപ്പറ്റി. നമുക്ക് മനുഷ്യർക്ക് ഈ രഹസ്യം എപ്പോഴെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? വളരെ പ്രയാസമുള്ള ഒന്നാണ്. ദിവസം 3 നേരവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതുതന്നെയാണ് ദിവ്യബലി അർപ്പിക്കുമ്പോൾ, ദിവ്യബലി സ്വീകരിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നതും. എങ്കിലും ചില മനുഷ്യരുണ്ട്, അവർക്ക് ഇപ്പോഴും സംശയമാണ്. കുർബാന എന്നുള്ളത് ഒരു പഴയ ഒരു രീതിയല്ലേ? അത് നമ്മുടെ കാലഘട്ടത്തിന് ചേരുന്നതാണോ? ഇങ്ങനെയുള്ള സംശയമുള്ള മനുഷ്യരോട് ഒരു ചോദ്യമേ ഉള്ളൂ: സ്നേഹമെന്നുള്ളത് പഴയ ഒരു കാര്യമാണോ? വിരസമായിട്ടുള്ള ഒന്നാണോ? ഇവിടെയൊക്കെ ചില കല്ലറകളുടെ മുമ്പിൽ ചെറിയൊരു വാചകം ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: സ്നേഹം ഒരിക്കലും മരിക്കുന്നില്ല. ആ മരിച്ചവരോടുള്ള അവരുടെ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ചെറിയ വാചകമാണ്. നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ സ്നേഹം ഇത്ര വിലപിടിച്ചതാണെങ്കിൽ, ഒരിക്കലും അവസാനിക്കാത്തതാണെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ, അതിലും എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴെങ്കിലും അവസാനിക്കുമോ? ദിവ്യകാരുണ്യം നമ്മോട് പറയും, ഇല്ല, ഈ സ്നേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതെ, സ്നേഹമുള്ളവർ, ദിവ്യകാരുണ്യം എന്നുള്ളത് നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന അപ്പമാണ്. സ്നേഹത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഭക്ഷണമാണ്. ദൈവം തന്നെയാണ് ഈ വിരുന്നിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. ദൈവം തന്നെയാണ് ഈ വിരുന്നുമേശ ഒരുക്കിയിരിക്കുന്നത്.
അവൻ എന്നും നമ്മോട് പറയുന്നു, അവൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് എല്ലാ സ്നേഹങ്ങൾക്കും മുകളിലാണ്. കാരണം ഓരോ ബലിയിലും അവൻ അവൻ്റെ ഹൃദയം തന്നെയാണ് നമുക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ സ്നേഹത്തിൽ ആയിരിക്കുവാനായിട്ട്, ഈ സ്നേഹത്തിൽ നിന്നും ശക്തി നേടുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. കൂടുതൽ കൂടുതൽ സ്നേഹത്തോടു കൂടി ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുവാനായിട്ടും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.